വെൽക്കം എവരിവൺ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ഈ ഷെയർ കംപ്ലീറ്റ് ചാർട്ട് ബ്രേക്കിംഗ് ചെയ്യാം. എന്തുകൊണ്ട് ഈ ഷെയർ എന്ന് ഞാൻ പറയുന്നു, കാര്യം എനിക്ക് എൻ്റെ പ്രൊണൗൺസിയേഷൻ അറിയത്തില്ല. നിങ്ങൾക്ക് ഇത് മുകളിൽ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും ഈ ഒരു ഷെയറാണ് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്. പിന്നെ പേരിലല്ലല്ലോ കാര്യം. അപ്പം ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ എല്ലാവരും കാണണം, തുടക്കക്കാരാണെങ്കിലും കാണണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പ്രൈസ് ആക്ഷൻ പഠിക്കണം എന്നുള്ള ആഗ്രഹം എന്തായാലും വരും, കാരണം ഇത് സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ പ്ലേലിസ്റ്റിനകത്ത് നോക്കുമ്പോഴത്തേക്ക് ബേസിക് സൈക്കോളജിയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അപ്പം സബ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരും. വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. ഞാനത് പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല വീഡിയോസാണ് ഞാൻ എപ്പോഴും ഇടാറുള്ളത്. ഓരോ വീഡിയോയിലും ഓരോ ഇൻഫർമേഷൻസ്, പുതിയ ചാർട്ടിൻ്റെ കഥകളാണ് നമ്മൾ പറയാറുള്ളത്. അപ്പം ഈ ചാർട്ടിന് നമ്മളോട് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. ചാർട്ട് എന്താ പറയാനുള്ളത് നോക്കുമ്പോഴത്തേക്ക് ഒരു എത്തും പിടിയില്ലാത്ത രീതിയിൽ ചാർട്ട് നിൽക്കുന്നു. അപ്പോൾ പക്ഷേ നമുക്ക് ഇവനെ കൊണ്ട് കഥ പറയിക്കണം, എന്താണ് ഭാവി പരിപാടി എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു 99 റേഞ്ച് മുതൽ തുടങ്ങിയേക്കുന്നൊരു ചാർട്ടാണത്. 98-99 റേഞ്ച്, 98 ലാസ്റ്റ് ആ ഒരു റേഞ്ച് തുടങ്ങിയേക്കുന്ന ചാർട്ടാണ്. അതായത് ജനുവരി മുതലാണ്. ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് അറിയാം ഇതൊരു ഓവറോൾ ഒരു അപ് ട്രെൻഡ് നിൽക്കുന്നൊരു ചാർട്ടാണ്. അത് നമ്മുടെ ഒരു നേക്കഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. കാര്യം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ കണ്ടോ, ഈ ഒരു മുകളിലോട്ട് തന്നെയാണ് ഈ ഒരു ചാർട്ടിൻ്റെ പോക്ക് കണ്ടോ. അപ്പോൾ ഒരു ഓവറോൾ ഒരു അപ് ട്രെൻഡ് തന്നെയാണ് ഈ ഒരു ചാർട്ട്. അപ്പോൾ നമുക്കത് ക്ലിയറായിട്ട് നമുക്കൊന്ന് ബ്രേക്ക് ചെയ്യാം. ഈസി വഴി നമുക്ക് നോക്കാം. ഇവിടെ നമുക്കൊരു ട്രെൻഡ് ലൈൻ നമുക്ക് പ്ലോട്ട് ചെയ്യാം. ഇവിടുന്ന് നമ്മുടെ ഇങ്ങോട്ടൊരു ലൈൻ പ്ലോട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇച്ചിരി നീട്ടി തന്നെ എപ്പോഴും വരയ്ക്കണം, വേറെ ഒന്നും കൊണ്ടല്ല. കാരണം അതിൻ്റെ ഫ്യൂച്ചർ മൂവ്മെൻറ്റ് വരുമ്പോഴത്തേക്ക് പിന്നെ അത് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി പിന്നെ കയ്യിൽ നിന്ന് പോകണ്ട. ഇച്ചിരി നീട്ടി വരച്ചെന്ന് പറഞ്ഞാൽ നഷ്ടമൊന്നുമില്ലല്ലോ. എപ്പോഴും നമ്മുടെ പ്രൈസ് ആക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യുമെന്നുള്ളൊരു ഐഡിയ. അപ്പം അതിനനുസരിച്ചിട്ട് നമുക്ക് ഇച്ചിരി അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങളൊക്കെ മാറ്റേണ്ട വരും. അപ്പം ഏകദേശം അതാണ് നമ്മളൊരു പ്രൈസ് ആക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഏണിങ്സ് കിട്ടും. 100% എനിക്ക് ഗ്യാരണ്ടി അറിയാൻ പറ്റും. നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് തന്നെ ഒരുപാട് പേർക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. അവരുടെ റിയൽ ലൈഫിലാണെങ്കിലും അവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർക്കൊരു ആളുടെ ആവശ്യമില്ലാത്ത രീതിയിൽ ഒരു കോൾസിൻ്റെയും അല്ലെങ്കിൽ വേറെ ആരുടെയും ആവശ്യമില്ലാത്ത രീതിയിൽ അവരത് വരയ്ക്കാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം കാരണം ഇതൊരു ചാനൽ പോലെ മൂവ് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എങ്ങനെ ഒരു എൻട്രി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യുമെന്നാണല്ലോ നമ്മൾ ഷെയർ മാർക്കറ്റിൽ പറയും. നമുക്ക് ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഇങ്ങോട്ടൊന്ന് പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് കാണുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു ഇത് കണ്ടോ. ഇവിടെ ഈ ഒരു ഏരിയയിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ലൈൻ നമ്മൾ ഇത് ജസ്റ്റ് കിടന്നോട്ടെ. അപ്പം നമുക്കറിയാം ഇതൊരു ട്രയാങ്കിൾ പാറ്റേൺ പോലെ നമുക്ക് വന്നിട്ടുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹൊറിസോണ്ടൽ ബ്രേക്കൗട്ട് എന്ന് പറയാം. ഈ ഹൊറിസോണ്ടൽ ബ്രേക്കൗട്ട് ഇവിടെ ഇങ്ങനെ വന്നു. അപ്പോൾ ഇവിടുന്ന് തൊട്ടടുത്ത റെസിസ്റ്റൻസ് വരെ അത് മൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടം വരെ നമ്മൾ വെക്കുന്നത്, ഇവിടെ നമ്മൾ വിറ്റ് കളയുന്നു നമ്മളങ്ങ് ഉറപ്പിച്ചിട്ടാണ് കയറുന്നത്, ഒരു ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട്. അപ്പോൾ അത് എത്രയും മൂവ്മെൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. എന്നാൽ ഇവിടുന്ന് ഇവിടെ വരെയുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു 250% പോട്ടെ, 200% എടുത്ത് 200 നിങ്ങൾ പിടിക്കണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു ചെറിയൊരു രീതിയിൽ ഒരു 100% നിങ്ങൾക്ക് എടുക്കാമല്ലോ. ഇച്ചിരി വെയിറ്റ് ചെയ്യണമെന്നല്ലേ ഉള്ളൂ. ഒരു 100% അത്രയും ഒരു മൂവ്മെൻറ്റ് നിങ്ങൾക്ക് എടുക്കാമായിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത്ര ഒരു മൂവ്മെൻറ്റ് കിട്ടി. അപ്പം അതിലെന്താ പ്രസക്തി എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം. ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊരു ലൈൻ പ്ലോട്ട് ചെയ്യുക. അതേ കാര്യം തന്നെയല്ലേ ഇവിടെ നടക്കുന്നത്. കേട്ടോ, നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. ഇവിടെ നടന്ന അതേ കാര്യം തന്നെയല്ലേ ഇവിടെ നടക്കുന്നത്. റെസിസ്റ്റൻസിൽ നിന്ന് കണ്ടത് ഇതിൻ്റെ ഒരു പാറ്റേൺ പോകുന്നുണ്ടോ. ഇങ്ങനെ ചരിഞ്ഞ് വന്നിട്ട് പിന്നെ ബ്രേക്കായി മുകളിലോട്ട് പോയി. പിന്നെ ഇങ്ങനെ പതുക്കെ ഒരു ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ഒരു നേരെ ഒരു പ്ലെയിനിൽ കൂടി ഇങ്ങനെ വന്നിട്ട് പിന്നാണ് അത് ബ്രേക്കായി പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നല്ലൊരു ബ്രേക്കൗട്ട് കിട്ടിയാൽ അടുത്തൊരു മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് എന്നാണ് പറയുന്നത്. അല്ലാതെ 100% നല്ല പറയുന്നത്. നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദൂരം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുന്ന് ദൂരമല്ല, ഒരു പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഇവിടെ വരെയുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ തൊട്ട് കുറച്ച് താഴെ. ഞാനെപ്പോഴും കൃത്യം വരാമെന്നുള്ള രീതിയിൽ എടുക്കത്തില്ല, കൃത്യം റെസിസ്റ്റൻസ് വെക്കാറില്ല. അതെൻ്റെ ഒരു ധൈര്യക്കുറവായിരിക്കാം, ആയിക്കോട്ടെ. പക്ഷേ ഞാനങ്ങനെ ചെയ്യാറില്ല. ചിലവർ ആ ഒരു ഏരിയ വരെ എടുക്കും, കാരണം മാക്സിമം പ്രോഫിറ്റ് റൺ ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ വരെയുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങളിത് മാർക്ക് ചെയ്തിടുവാണെന്നുണ്ടെങ്കിൽ വീഡിയോ വരെ നിർത്തിയ പോലെ ഇത്രയും കണ്ടിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് പിന്നെ ചിലപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇവിടെ എത്തിയിട്ട് പിന്നെ ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. കാര്യം മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ വെച്ചാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ തന്നെ പോകണമെന്നൊന്നും ഇല്ല. അപ്പോൾ തൽക്കാലം ഇപ്പം ഈ ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ വേറൊരു കാര്യം കാണിച്ചു തരാം.
ഇപ്പോൾ വേറൊരു റെസിസ്റ്റൻസ് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും ഇതിനകത്ത്. ഞാൻ വേറൊരു കളറിൽ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഒരു ബ്ലാക്ക് കളർ ആയിക്കോട്ടെ. അതാണ്ട് ഇവിടെ നമ്മളത് വെച്ചിട്ട് ഈ ഒരു ഏരിയയിൽ കണ്ടോ, ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി, സിമ്പിളല്ലേ. എൻ്റെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് വരുന്നുണ്ട് കണ്ടോ. ഇവിടെ നമ്മൾ ഈ ഒരു പോയിന്റ് വരെ കിട്ടിയാലും ഈ ഒരു ഇവിടെ വരെ നമുക്ക് കിട്ടിയാൽ നമുക്ക് വേണ്ടി ഇതിങ്ങോട്ട് നീട്ടി വരയ്ക്കാം കേട്ടോ. അവിടെ കൃത്യമായിട്ട് അത് റെസിസ്റ്റൻസ് എടുക്കുന്നതുണ്ടോ. ആ ഒരു ഏരിയ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റിനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കും ആ ഒരു പ്രതീക്ഷ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എൻട്രി എടുക്കാം. വേറെ ഒന്നും കൊണ്ടല്ലേ, 100% പ്രവചിക്കാൻ പറ്റുന്ന ആരുമില്ല. അഥവാ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു തള്ളു മാത്രം. അങ്ങനെ പ്രവചിക്കാൻ പറ്റുന്ന ഒരാളുടെ അയാളല്ലേ ലോകത്തിലെ അതിശക്തൻ. അവനാണല്ലോ പിന്നെ ദൈവം. പിന്നെ പെയ്ഡ് കോഴ്സുള്ള ഗ്രൂപ്പെല്ലാം അവിടെ നിൽക്കും. പിന്നെ ഇയാളുടെ പുറകെയായിരിക്കും. ഇയാളൊരു ഗ്രൂപ്പ് ഒരു മാസം 1,00,000 രൂപ തരണമെന്ന് പറഞ്ഞാൽ ആൾക്കാർ മേടിക്കും. കാരണം എന്തായാലും അത് മുകളിൽ പോകുന്ന ഇയാൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ ഒരു ഏരിയ, ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ഒരു ഏരിയയുടെ മുകളിലോട്ടൊരു ബ്രേക്ക് കിട്ടിയാൽ വേണമെങ്കിൽ ഒരു എൻട്രി നമുക്ക് പരിഗണിക്കാം. നിങ്ങൾക്ക് ആ ഒരു വ്യൂവിനകത്ത് കിട്ടിയാൽ മാത്രം ചെറിയൊരു സ്റ്റോപ്പ് ലോസ്, ആ ട്രെൻഡ് ലൈനിന് താഴെയോ ആ ഒരു റെഡ് ലൈൻ വരച്ചേക്കുന്നത് ആ ഒരു ട്രെൻഡ് ലൈനിന് താഴെയോ ഒരു സ്വിംഗ് ലോയിലോ ഒക്കെ നിങ്ങൾക്ക് വെക്കാം. അപ്പം ഇങ്ങനെ ചിലപ്പോൾ ഒരു മൂവ്മെൻറ്റ് വന്നിട്ട് പിന്നെ ആയിരിക്കും പോകുന്നത്. ചെറിയ പതുക്കെയുള്ള ഒരു മൂവ്മെൻറ്റാണ് ഈ ഒരു ഷെയർ കാണിക്കുന്നത്. അപ്പോൾ നല്ല ക്ഷമ വേണം എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനത് ചെറിയ രീതിയിൽ ചെറുതാക്കി ഞാനിങ്ങനെ വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. കണ്ടോ, ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടാണ് നമ്മൾ വരച്ചേക്കുന്നത്. പിന്നെ എപ്പോഴും ഓർക്കുക, ഈ കാര്യങ്ങളെല്ലാം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആരുമില്ല. ഈ ഭയങ്കരമായിട്ട് ഇതെല്ലാം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ചിലപ്പം എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളോട് നിങ്ങളൊന്ന് വരച്ച് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയേക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ് മിക്കവാറും നാട് മുകളിലോട്ട് പോകാം. ചിലപ്പോൾ ഈ ഒരു ഏരിയ ബ്രേക്ക് ആവാതെ നിങ്ങൾ താഴോട്ട് പിന്നെ ആയിരിക്കുന്നുണ്ട് ഈ ഒരു ലൈൻ ബ്രേക്ക് ആയി പോകുന്നത്. ചിലപ്പോൾ താഴോട്ട് തന്നെ പോകാം. പക്ഷെ അത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു മൂവ്മെൻറ്റ് മുകളിൽ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ താഴേന്ന് വാങ്ങിച്ചവരാരും പേടിക്കുക വേണ്ട. നിങ്ങൾ കണ്ട് ഈ ഒരു ലൈൻ, ഈ ഒരു ബ്ലൂ ലൈൻ ബ്രേക്ക് ആയാൽ മാത്രം ഒന്ന് അലേർട്ട് ആയാൽ മതി. ഞാൻ വലുതാക്കി തരാം. ആ ഒരു ലൈൻ ബ്രേക്ക് ആയാൽ മാത്രം ഒന്ന് അലേർട്ട് ആയാൽ മതി. അപ്പം വീഡിയോ ഒത്തിരി നീണ്ടു പോകുന്നു. ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ച് തരാം. നിങ്ങളൊന്ന് വരച്ച് നോക്കുക. നിങ്ങളും ജസ്റ്റ് ഇങ്ങനെ വരച്ച് നോക്കുമ്പോഴേക്കും ഓർക്ക് ലോഗ് ചാർട്ട് ഇട്ട് വരയ്ക്കണം. അപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അത്രേ ഉള്ളൂ. പിന്നെ ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനായിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല. അപ്പോൾ തൊട്ടടുത്തൊരു ഇപ്പോൾ ഒരു ഓൾ ടൈം ഹൈയും ഇപ്പോൾ അത് ബ്രേക്ക് ആയിട്ടുണ്ട്. പിന്നെ അത് ഇത്രയും നാളത്തെ ഒരു റെസിസ്റ്റൻസ്, ആ ഒരു ഏരിയയും ഇവിടെ ഒരു 2015 മുതലുള്ള റെസിസ്റ്റൻസോടെ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ പോകും. ചിലപ്പോൾ ഇവിടെ ഇവിടെ നിന്ന് ചിലപ്പം ഇത് ബ്രേക്ക് ആയി ഈ ഒരു ലൈൻ, ഈ ഒരു ട്രെൻഡ് ലൈൻ ചിലപ്പോൾ ബ്രേക്ക് ആയിട്ട് ചിലപ്പോൾ താഴോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് ഇത് ഹൈ ചെയ്ത് കൊണ്ടുപോയി. ഇപ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്കാണ് നിൽക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ സേഫ് ആയിരിക്കും. ബ്ലൂ ലൈന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വെക്കുക. ഈ ഒരു ബ്ലാക്ക് ലൈൻ ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക. അലേർട്ടാണ് സിറ്റുവേഷൻ എപ്പോഴും ഈ ബ്ലൂ ലൈൻ തന്നെയാണ് ഈ താഴത്തെ. അപ്പോൾ നമുക്കിനകത്തെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് വേണ്ട റിമൂവ് ചെയ്യേണ്ട. നിങ്ങൾക്കിത് കാണുമ്പോഴത്തേക്ക് ഒരു ഐഡിയ കിട്ടും. കാരണം നിങ്ങൾ വീഡിയോ കണ്ട പോലെ എളുപ്പമായിരിക്കത്തില്ല ഇപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക്. അപ്പം വീഡിയോ കണ്ടിട്ട് മനസ്സിലാകാത്തൊന്നൂടെ ബൈക്കടിച്ച് കാണുക. അപ്പം നല്ലൊരു എൻട്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ്സാക്കാതെ കയറുക. 100% നിങ്ങൾ മിസ്സാക്കരുത് ഒരിക്കലും നല്ലൊരു എൻട്രി. ഇപ്പോൾ ലോസ് വരുവാണെങ്കിൽ പോട്ടെ. കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളൊന്നും ട്രൈ ചെയ്യാതിരിക്കുന്നതിലും ബെറ്റർ ആണല്ലോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. ലോസ് വന്നാൽ നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റുന്നൊരു തുക ഉണ്ടെങ്കിലേ എൻട്രി എടുക്കാവൂ. നിങ്ങൾക്ക് ഒരു രൂപ നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ലെങ്കിൽ അത് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി വെച്ചൊരു തുകയായിട്ട് കൂട്ടണ്ട. കാരണം നഷ്ടം സഹിച്ചാലേ, ലോസ് സഹിച്ചാൽ, സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ റിസ്ക് സഹിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ട്രേഡ് ചെയ്യാതിട്ട് വരാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ആരും കുറ്റപ്പെടുത്തി അങ്ങനെയൊന്നും പറയുന്നതല്ല. അത് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളിപ്പം ഞാൻ പറയുന്നത് കേൾക്കണ്ട. ഏതെങ്കിലും വലിയ ട്രേഡർമാരെ നിങ്ങൾക്ക് അറിയായിരിക്കും. അവരോട് സംസാരിച്ച് നോക്കുക. എല്ലാവർക്കും സ്റ്റോപ്പ് ലോസ് ഒക്കെ അടിക്കും. അവരത് മാനേജ് ചെയ്യുന്ന അവരുടെ കഴിവ്, അവർ ഇപ്പോൾ നിൽക്കുന്നതിൻ്റെ കാര്യം, അവർ റിസ്ക് മാനേജ് ചെയ്യുന്നതിൻ്റെയും അവരൊരു ഷെയർ നിൽക്കാനുള്ള സൈക്കോളജിയുടെയും ഒക്കെ അതാണ്. നമുക്കിനി ഒരുപാട് വീഡിയോസ് ചെയ്യാനുണ്ട് കേട്ടോ. ഒരുപാട് വീഡിയോസ് പെൻഡിങ് കിടപ്പുണ്ട്. കാരണം ഓരോ ഷെയർ കാണുമ്പോൾ ഞാൻ ഇടയ്ക്ക് അതിനെപ്പറ്റി പറയും. അപ്പം വേറെ ടോപ്പിക്കുകളെ പറ്റി പറയാൻ പറ്റാറില്ല. പക്ഷേ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടായിക്കൊണ്ട് തന്നെ പഠിക്കണം. അപ്പം ഇതുകൊണ്ട് ഞാൻ ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും പ്രൈസ് ആക്ഷൻ നന്നായിട്ട് പഠിക്കണമെന്നുള്ളത് അതുകൊണ്ടാണ്. അപ്പം സിമ്പിളാണ്, നമുക്ക് ഒന്നിച്ച് പഠിച്ച് ഒരേപോലെ മുന്നോട്ട് പോകാം. അപ്പം നിങ്ങൾ വീഡിയോ എല്ലാം കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. 10 മിനിറ്റ് ആകുന്നതിന് മുമ്പ് ഞാൻ നിർത്തട്ടെ. ഇവൻ കിടന്ന് ഒരുപാട് സംസാരിച്ചുകൊണ്ടിരിക്കണം. ഞങ്ങൾക്ക് വരച്ച് നോക്കുക സമയമായെന്ന് തന്നെ വിചാരിക്കുക. പോയി വരച്ച് നോക്കുക. ട്രേഡിംഗ് വ്യൂ എടുക്കുക, ലോഗ് ചാർട്ട് എടുക്കുക, പേര് സെർച്ച് ചെയ്ത് നോക്കുക, വരയ്ക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും.